ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എലോഹീം ലൈവ് മീഡിയയിലൂടെ ദൈവവചനം കേൾക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന ദൈവജനത്തിന് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ സമയങ്ങളെല്ലാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ നമുക്ക് ദൈവം കൃപ ചെയ്തല്ലോ. തുടർന്ന് ഇന്നും നിങ്ങളോടൊപ്പമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാനത് വായിക്കുന്നു. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ട് അടുക്കെ വന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയിൽ എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയും ഇല്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബെഥാനിയിലെ ഭവനം എന്തുകൊണ്ടും വളരെയധികം മാതൃകയുള്ള ഒരു ഭവനമായിരുന്നു. ഇന്നുള്ള ഭവനമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ബെഥാനിയിലെ ഭവനത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. കാരണം യേശു കർത്താവ് വളരെയധികം സ്നേഹിച്ച ഒരു ഭവനമായിരുന്നു ബെഥാനിയിലെ ഭവനം. അവിടെ മാതാവും പിതാവും നഷ്ടപ്പെട്ടു പോയ 3 മക്കൾ, ഒരു സഹോദരൻ, 2 സഹോദരിമാരും. യേശു കർത്താവ് അവരുടെ അടുക്കൽ ചെന്ന് അവർക്കൊരാശ്വാസമായി കടന്നു പോകുന്ന യാത്രയിലെല്ലാം ആ ഭവനത്തിൽ കടന്നു ചെന്ന് അവരെ ആശ്വസിപ്പിക്കുമാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം യേശു കർത്താവ് യാത്ര പോകയിൽ ഈ ഗ്രാമത്തിലേക്ക് വന്നു, ബെഥാനിയിലെ ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഭവനം, ആ ഭവനമാണ് മറിയയുടെയും മാർത്തയുടെയും ലാസറിൻ്റെയും ഭവനം. ആ ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിൽ നടന്ന 4 കാര്യങ്ങളെയാണ് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നാം വായിച്ചു കേട്ടു, മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് വായിക്കുന്നു. ഒന്ന്, യേശുവിനെ കൈക്കൊണ്ട ഒരു ഭവനമായിരുന്നു. സ്തോത്രം. ഇന്ന് യേശു പല ഭവനങ്ങളിലും പുറത്താണ്. യേശുവിനെ ഭവനത്തിനുള്ളിലേക്ക് പലരും ക്ഷണിക്കാറില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ചില വീടുകളുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, യേശുവാണ് ഈ ഭവനത്തിൻ്റെ നായകൻ. അതെവിടെയാ? പുറത്താണ്. പക്ഷേ അകത്ത് യേശുവിന് സ്ഥാനമില്ല. ഉദാഹരണം, ലാബോദിക്യ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3:20 യേശു കർത്താവ് ലാബോദിക്യ സഭയുടെ വെളിയിൽ നിന്നുകൊണ്ട് മുട്ടി വിളിക്കുക, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശു പറയുന്നത് അങ്ങനെയാ.
ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പം നോക്കണം, ഇന്ന് പല ഭവനങ്ങളിലും യേശു പുറത്ത് നിൽക്കുകയാണ്, ലാവുദിക്ക സഭയെപ്പോലെ. പക്ഷേ ഈ ബെഥാനിയിലെ ഭവനം നമ്മൾ നോക്കുമ്പോൾ മാർത്ത എന്ന് പറയുന്ന സഹോദരി യേശുവിനെ കൈക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് ആനയിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുന്നവരാണോ ഞാനും നിങ്ങളും, അംഗീകരിക്കുന്നവരാണോ ഞാനും നിങ്ങളും? അതിന് കഴിയുന്നില്ല എങ്കിൽ എത്ര ദുഃഖകരമായ കാര്യമാണ്. മാർത്തയെപ്പോലെ യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് കൈക്കൊള്ളുവാനുള്ള ആ അനുഭവം നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാം. സ്തോത്രം. ഈ ക്ഷണിക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ കർത്താവ് പോകുകയുള്ളൂ. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ പോയി. എങ്ങനെയാണ് പോയത്? യോഹന്നാൻ്റെ സുവിശേഷം 2:2 നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നാണ് വായിക്കുന്നത്. ക്ഷണിക്കുന്നിടത്ത് മാത്രമേ കർത്താവ് പോവുകയുള്ളൂ. ക്ഷണിക്കാത്തിടത്ത് കർത്താവ് ഒരിക്കലും പോകത്തില്ല. ഇവിടെ ബെഥാനിയിലെ ഭവനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട ഒരു ഭവനമായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, അതിൻ്റെ അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ, അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. ദൈവവചനം പഠിക്കുന്ന ഒരു ഭവനം. മാർത്ത യേശുവിനെ കൈക്കൊള്ളുന്നു, മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുകയാണ്. നമ്മുടെ ഭവനത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യത നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ ഭവനങ്ങളിലെല്ലാം ദൈവവചനത്തിന് നമ്മൾ അതിന് വില നമ്മൾ കൊടുക്കുന്നുണ്ടോ? സങ്കീർത്തനം 1:3, യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇരമ്യാവിൻ്റെ പുസ്തകം 15:16 വായിക്കുന്നത്, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുക. അപ്പോൾ ദൈവവചനം കണ്ടെത്തി അത് ഭക്ഷിക്കുക. 119 സങ്കീർത്തനം 11, 18, 54 ഈ തിരുവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ വചനത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ഭവനത്തിൽ വചനവും നമ്മളും ആയിരിക്കുന്ന പ്രത്യേകത നമുക്ക് കാണുന്നുണ്ട്. യേശുവിൻ്റെ പാദപീഠമാണ് മറിയ തിരഞ്ഞെടുത്തത്. സ്തോത്രം. നമുക്ക് ദൈവവചനം സ്തോത്രം പഠിക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും അതനുസരിക്കുവാനുമുള്ള സ്തോത്രം അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഭവനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ദൈവവചനം പഠിക്കുന്ന, കേൾക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന ഒരു ഭവനമായിരുന്നു. മൂന്നാമത്തത് നാം വായിക്കുന്നതിൻ്റെ 40 വാക്യമാണ്. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. ഇവിടെ മൂന്നാമത് ആവലാതി പറയുന്ന ഒരു ഭവനം, അല്ലെങ്കിൽ ആവശ്യങ്ങളെ പറയുന്ന ഒരു ഭവനം. മറിയ യേശുവിൻ്റെ കാൽക്കൽ നിന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. എന്നാൽ മാർത്തയാകട്ടെ, അവൾ ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ടെന്നാണ് വായിക്കുന്നത്. ശുശ്രൂഷയാൽ കുഴഞ്ഞിട്ട് അവൾ യേശുവിൻ്റെ അടുക്ക വന്ന് പറയുക, യേശുവേ, ഞാൻ വളരെയധികം പ്രയാസപ്പെടുകയാണ്. സ്തോത്രം. എന്നെ തനിയെ വിട്ടിരിക്കുകയാണ്, എന്നെ ശുശ്രൂഷിപ്പാനായിട്ട് തനിയെ വിട്ടിരിക്കുകയാണ്. അത് നിനക്ക് വിചാരമില്ലേ? ഈ സഹോദരിയോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞാലും. നോക്കണം, നമ്മുടെ ആവശ്യങ്ങളെ, ബുദ്ധിമുട്ടുകളെ യേശുവിനോട് പറയുന്ന ഒരു ഭവനമായിരുന്നു സ്തോത്രം ബെഥാനിയിലെ ഭവനം. സങ്കീർത്തനം
55:22 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങി പോകുവാൻ ഒരു നാളും സമ്മതിക്കത്തില്ല. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അതെ, നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ മേൽ വയ്ക്കുക, നമ്മുടെ ആവശ്യങ്ങളെ അവൻ്റെ അടുക്കൽ പറയുക, നമ്മുടെ സ്തോത്രം ആകുല ചിന്തകളെല്ലാം അവൻ്റെ മേലിട്ടുകൊള്ളുക. ആവർത്തനം 1:17 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്കധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനത് തീർക്കും. സ്തോത്രം. അതെ, മാർത്ത തൻ്റെ ആവലാദികൾ യേശുവിനോട് പറഞ്ഞതുപോലെ നമ്മുടെ ആവലാദികൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളെ ഇന്ന് കർത്താവിനോട് പറയുന്നെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പിയർ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് നമ്മൾ അറിയിക്കേണ്ട ഒരു ഭവനം, അങ്ങനെയുള്ളൊരു ഭവനമായിരുന്നു ബെഥാനിയിലെ ഭവനം. 4-മത്തത് നല്ല അംശം തിരഞ്ഞെടുത്ത ഒരു ഭവനം. അതെ, നമ്മളതിൻ്റെ 41 വാക്യത്തിൽ ഇങ്ങനെ വായിക്കും, 42 എന്നാൽ അല്പമേ വേണ്ടു, വല്ല ഒന്നു മതി. സ്തോത്രം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അതാരും അവളിൽ നിന്ന് അപഹരിക്കയില്ല. സ്തോത്രം. മറിയ തിരഞ്ഞെടുത്തത് നല്ല അംശമാണ്. ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നത് നല്ലത് അംശമാണ്. ആര് നമ്മിൽ നിന്ന് അത് അപഹരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചത്, നമ്മുടെ അനുഭവത്തിൽ നമ്മളായിരിക്കുന്നത് ഒരിക്കലും ആർക്കും അത് ഖണ്ഡിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ അതാർക്കും ഖണ്ഡിക്കുവാൻ ഒക്കത്തില്ല. ഈ ഭവനത്തിൻ്റെ അവസ്ഥ നോക്കണം. അവൾ സ്തോത്രം നല്ല അംശം തിരഞ്ഞെടുത്തുവെന്നാണ് യേശു കർത്താവ് സാക്ഷ്യം പറയുന്നത്. ഈ ഭവനത്തിൻ്റെ 4 അവസ്ഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അനേക ഭവനങ്ങൾ ദൈവിക നന്മകൾ പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ കാരണം യേശുവിനെ അംഗീകരിക്കുന്നില്ല, കുറ്റം പറയുന്ന, പിറുപിറുക്കുന്ന അനുഭവമുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് ഒന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ദൈവത്തിൽ നിന്ന് നാം എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ 1 നാം അവനെ കൈക്കൊള്ളണം, 2 അവൻ്റെ വചനങ്ങളെ നമ്മൾ പഠിക്കണം, 3 നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കർത്താവ് തരുന്നത് നല്ല അംശമാണ്, നല്ല അനുഗ്രഹമാണ്. അതാർക്കും നമ്മളിൽ നിന്ന് അപഹരിക്കുവാൻ കഴിയത്തില്ല. ദൈവം തരുന്ന നന്മകൾ, ദൈവം തരുന്നതായിരിക്കുന്ന അംശം അത് ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ ഒക്കത്തില്ല. ഒരു ശക്തിക്കും നമ്മിൽ നിന്ന് എടുക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ബെഥാനിയിലെ ഭവനം പോലെ നമ്മുടെ ഭവനങ്ങളായി തീരണം. സ്തോത്രം. കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുക, കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കുക, കർത്താവിന് വേണ്ടി നമ്മൾ ശുശ്രൂഷിക്കുക, കർത്താവിനെ നമ്മൾ സ്വീകരിക്കുക. ഇങ്ങനെയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ചിന്തകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.